ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കഥയാണ്. ആമയുടെയും മുയലിൻ്റെയും കഥ. എല്ലാവർക്കും ആമയും മുയലിനെയും അറിയാലോ. ടോട്ടോയ്സ് ആൻഡ് റാബിറ്റ് ഇവരുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. പണ്ട് പണ്ട് വളരെ പണ്ട് ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു ആമയും മുയലും ജീവിച്ചിരുന്നു. ആമ ഒരു പാവത്താനായിരുന്നു. ആമയ്ക്ക് വളരെ സ്ലോവിൽ മാത്രമേ നടക്കാൻ അറിയൂ. മറ്റുള്ളവരെ ഒന്നും ഉപദ്രവിക്കാതെ സ്ലോവിലാണെങ്കിലും സ്വന്തം കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്ത് മറ്റു മൃഗങ്ങളോടെല്ലാം വളരെ സൗഹൃദത്തിലാണ് ആമ ജീവിച്ചിരുന്നത്. എന്നാലോ നമ്മുടെ മുയലോ മഹാ അഹങ്കാരിയായിരുന്നു. വളരെ സെൽഫിഷായിരുന്നു. ആമയേക്കാളൊക്കെ വളരെ വേഗത്തിൽ ചാടി ചാടി നടക്കാൻ മുയലിന് കഴിയും. അതുകൊണ്ട് തന്നെ അവന് അതിൻ്റേതായ അഹങ്കാരവുമുണ്ട്. അവൻ മറ്റു മൃഗങ്ങളോടൊന്നും നന്നായി പെരുമാറാറില്ല. എല്ലാവരെയും പരിഹസിക്കും. നമ്മുടെ ആമയെ അവൻ വെറുതെ വിടാറില്ല. ആമ സ്ലോവിൽ നടക്കുന്നതിന് പരിഹസിക്കും. ഒരു ഓട്ട മത്സരം നടത്തിയാലോ എന്ന് ചോദിച്ച് വെല്ലുവിളിക്കും. എപ്പോഴും ഈ പരിഹാസം കേട്ട് കേട്ട് ആമ വല്ലാതെ വിഷമിച്ചു. ആമ മുയലിനോട് പറഞ്ഞു, എല്ലാ മൃഗങ്ങളും ഒരുപോലെയല്ലല്ലോ. എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. നീ സ്പീഡിൽ ചാടി ചാടി പോകുന്നത് കാണാൻ എനിക്കും ഇഷ്ടമാണ്. നീ ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്ടേക്കൂ. ഇത് കേട്ടപ്പോൾ മുയൽ വീണ്ടും വീണ്ടും ആമയെ പരിഹസിച്ചു. ഇത് കേട്ട് സഹികെട്ട് കാട്ടിലെ മറ്റു മൃഗങ്ങൾ മുയലിനെ ഉപദേശിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് ആ പാവത്താനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതിനെ വെറുതെ വിട്ടുകൂടെ നിനക്ക്? ഇത് കേട്ട മുയൽ വീണ്ടും വീണ്ടും നമ്മുടെ ആമയെ പരിഹസിക്കാൻ തുടങ്ങി. ഇങ്ങനെ മുയലിനെ ഉപദേശിച്ച് മതിയായ എല്ലാ മൃഗങ്ങൾക്കും. അവർ കരുതി, ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഈ മുയലിനെ ഒരു പാഠം പഠിപ്പിക്കണം. നമുക്കൊരു ഓട്ട മത്സരം വെക്കാം. എന്നിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. അങ്ങനെ ആമയും മുയലും മത്സരത്തിന് തയ്യാറായി. അപ്പോഴും മുയൽ ആമയെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. മറ്റു മൃഗങ്ങൾ ആമയെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും പറഞ്ഞു ആമയോട്, നിനക്ക് കഴിയുന്ന പോലെ നീ ചെയ്യുക, നിനക്ക് ജയിക്കാൻ പറ്റും. ആമയും മനസ്സിൽ അത് ഉറപ്പിച്ചു. ഞാൻ ജയിക്കും, എന്തായാലും ഞാൻ ജയിക്കും. അങ്ങനെ ആമയും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് മത്സരം തുടങ്ങിയത്. പാവം ആമ പതുക്കെ പതുക്കെ നടന്നു. മുയലാണെങ്കിലോ ഒറ്റ ഓട്ടം. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ആമ വരുന്നതേയുള്ളൂ. മുയൽ പരിഹസിച്ചു ചിരിച്ചു. മുയൽ വീണ്ടും ഓടി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആമയെ കാണാനേയില്ല. അത്രയും ദൂരെയാണ് ആമ. അവൻ കരുതി, ആമ വരുന്നതല്ലേ ഉള്ളൂ, ഇങ്ങോട്ടെത്തുവാൻ ഒരുപാട് സമയമെടുക്കും. ഞാൻ അതുവരെ ഒന്ന് വിശ്രമിക്കട്ടെ. ആമ എത്താറാവുമ്പോൾ ഓടി ജയിക്കാം. അങ്ങനെ അവൻ ആമ വരുന്നുണ്ടോ എന്ന് നോക്കി അങ്ങനെ ഇരുന്നു. പാവം ആമ പതുക്കെ പതുക്കെ നടന്നു. മുന്നോട്ട് നോക്കുമ്പോൾ മുയലിനെ കാണാനേയില്ല. പിന്നെയും പിന്നെയും നടന്നു. എങ്ങനെയും ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം എന്ന ആഗ്രഹത്തിൽ കഴിയുന്നത്ര വേഗം നടന്നു. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോഴാണ് ആമ ആ കാഴ്ച കണ്ടത്. നമ്മുടെ മുയൽ അതാ സുഖമായി കിടന്നുറങ്ങുന്നു. ആമ വരുന്നതും കാത്തിരുന്ന് മുയൽ ഉറങ്ങിപ്പോയി. ആമ ആവേശത്തോടെ നടന്നു. ഫിനിഷിംഗ് പോയിന്റിലെത്തി. എല്ലാവർക്കും വളരെ സന്തോഷമായി. എല്ലാവരും ആർപ്പുവിളി തുടങ്ങി. ഈ ബഹളമൊക്കെ കേട്ടാണ് നമ്മുടെ മുയൽ ഉണർന്നത്. അപ്പോൾ കണ്ടതോ, എല്ലാ മൃഗങ്ങളും ആമയെ എടുത്തു പൊക്കി ആഹ്ലാദ പ്രകടനം നടത്തുന്നു. എല്ലാ മൃഗങ്ങളും കൂടി അഹങ്കാരിയായ മുയലിനെ കളിയാക്കാനും തുടങ്ങി. നിനക്ക് ജയിക്കാൻ പറ്റിയില്ലല്ലോ, ആമയല്ലേ ജയിച്ചത് എന്നും പറഞ്ഞ് അവരെല്ലാവരും മുയലിനെ പരിഹസിച്ചു. മുയൽ നാണിച്ചു തല താഴ്ത്തി. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് കൂട്ടുകാരെ മനസ്സിലായത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ എന്ത് കാര്യം മനസ്സിലാഗ്രഹിച്ച് അതിനു വേണ്ടി തയ്യാറായി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ജയിക്കാൻ പറ്റും. നമുക്ക് ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടെയുള്ള ഒരു ശ്രമമാണ് ഇതിനെല്ലാം ആവശ്യം. അതുപോലെ തന്നെ നമ്മളിവിടെ മറ്റൊരു കാര്യം കൂടെ കണ്ടു. മറ്റുള്ളവർക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിഹസിക്കുകയല്ല വേണ്ടത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉണ്ടായിരിക്കും. ആരും പെർഫെക്റ്റ് അല്ലല്ലോ. ആരും പെർഫെക്റ്റ് അല്ല കൂട്ടുകാരെ. എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആകുന്നത്. എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും ലൈഫ് ബ്യൂട്ടിഫുൾ ആകട്ടെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ കൂട്ടുകാരെ. ബൈ ബൈ. താങ്ക് യു.